PM ശ്രീ പദ്ധതിയിൽ വിഷയത്തിൽ എതിർപ്പുന്നയിക്കാൻ CPIക്ക് യോഗ്യതയില്ലെന്ന് CPM നേതാവ് ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനത്തിന്റെ പരിഗണനയിൽ വരേണ്ട വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന് കൈമാറാൻ മുമ്പ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിയമനിർമ്മാണം നടത്തിയവരാണ് CPI എന്ന് ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. മീഡിയ വൺ പോഡ്കാസ്റ്റ് വൺ സ്റ്റോറിയിലാണ് ബ്രിട്ടാസിന്റെ പ്രതികരണം. ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ അത് സംസ്ഥാനത്തിൻ്റെ അധികാര പട്ടികയിൽപ്പെടുത്തിയതല്ലേ. എഡ്യൂക്കേഷൻ ഹെൽത്ത് പോലെ കംപ്ലീറ്റ്ലി വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. എന്നാണ് ഈ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയത്? അടിയന്തരാവസ്ഥക്കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൺകറന്റ് ലിസ്റ്റിലായി. അന്ന് ആരാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വിദ്വാന്മാർ? ഇന്ന് ഏറ്റവും കൂടുതൽ വേളം ഉണ്ടാക്കുന്ന CPI എവിടെയായിരുന്നു? അന്ന് തുടങ്ങിയല്ലേ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വിരകി തുടങ്ങിയത്. MC നാസർ ചേരുന്നുണ്ട്. MCA എന്താണ് ജോൺ ബ്രിട്ടാസ്, അതായത് CPIക്ക് ഇതിൽ എതിർക്കാൻ യോഗ്യതയില്ല എന്ന് കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്? വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് മീഡിയ വണ്ണിന്റെ വൺ സ്റ്റോറി എന്ന പോഡ്കാസ്റ്റിലൂടെ നടത്തിയ അഭിമുഖത്തിലാണ് ബ്രിട്ടാസ് CPIക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന CPIക്ക് ചരിത്രപരമായിട്ടോ ധാർമ്മികമായിട്ടോ അത്തരമൊരു വിമർശന ശബ്ദം ഉയർത്താനുള്ള അവകാശമില്ല. കാരണം നേരത്തെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്ന വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റാനുള്ള നിയമനിർമ്മാണത്തിന് കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് CPIക്കുള്ളത്. ഇപ്പോൾ നടക്കുന്നത് സംഘടിതമായിട്ടുള്ള CPM വിരുദ്ധ ഇടതുവിരുദ്ധമായിട്ടുള്ള ഒരു ആക്രമണമാണ്. അത്തരമൊരു ഘട്ടത്തിൽ അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഉള്ള ഒരു നിലപാട് ആണ് ഇപ്പോൾ CPI സ്വീകരിച്ചിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ആണ് ബ്രിട്ടാസ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. വളരെ ബോധപൂർവം തന്നെയാണ് ബ്രിട്ടാസ് ഇത് നടത്തിയിരിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ്. കാരണം ബ്രിട്ടാസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഇത് വിവാദമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇത് പറയാതെ നിർവാഹമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് CPIക്കെതിരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ബ്രിട്ടാസ് ഉന്നയിച്ചിരിക്കുന്നതും. ധന്യ. ശരി MC.